എന്നാലും വലിയ കഷ്ടമായി. ഇപ്പോൾ അമ്മണി അളിയനും കൂടി പോയിട്ടുണ്ട് സ്റ്റേഷനിലേക്ക്. എന്തൊക്കെ കാണണം എൻ്റെ ഭഗവാനെ. ശബരിമലക്കയറ്റം തുടങ്ങിയ പിന്നെയാ നാട് കുട്ടിച്ചോറായി. എൽദോ എന്താ പറഞ്ഞ മോനെ? നീ ഇത് എവിടെയാ? ഇവിടെ ഒന്നല്ലേ? എൽദോ ഒന്ന് നോക്കിക്കോളാന്ന് പറഞ്ഞു. കുറച്ച് കാശ് വെച്ചിട്ടുണ്ട്, സെറ്റിൽ ചെയ്യാൻ എന്തെങ്കിലും കൊടുക്കാനായിരിക്കും. ഫോൺ ബെല്ലടിക്കണ്ടെന്ന് തോന്നണു, ഒന്ന് നോക്കിയിട്ട് വരട്ടെ. ശരി. നിനക്കിത് എന്തു പറ്റി മോനെ? ഞങ്ങള് 2 ദിവസം ഒരു സ്ഥലം വരെ പോയാലോന്ന് വിചാരിക്കുക. എവിടേക്ക്? ഒരു ബീച്ച് റിസോർട്ട് ഉണ്ട് നമ്മുടെ ഫ്രണ്ടിന്റെ. ആ, അതെങ്ങനെ ശരിയാവുക? 2-3 ദിവസമായി കല്യാണം കഴിഞ്ഞിട്ട്. അവളുടെ വീട്ടിലേക്ക് ഒന്ന് പോണ്ടേ? അതൊരു ചടങ്ങുള്ളതാണ്. അതൊക്കെ പിന്നെ പോവാലോ. ഇപ്പൊ അവര് പോയിട്ട് വരട്ടെ അമ്മ. നീ പോയിട്ട് വാടാ നന്ദു. പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വാ. എന്നെൻ്റെ മക്കള് പോയിട്ട് വാ. ആ മനസ്സിന്റെ വിഷമമൊക്കെ ഒന്ന് അങ്ങോട്ട് മാറട്ടെ. എനിക്ക് എവിടെയാ അമ്മ മനസ്സിന് വിഷമം? നീ ഇപ്പൊ എവിടെയാ പോകുന്നത്? അവിടെ ചെറായിലുള്ള ഒരു ഫ്രണ്ടിന്റെ റിസോർട്ടിൽ. ആ, എപ്പോഴാ പോണേ? നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാനുള്ള പരിപാടിയില്ല. എന്നാ പിന്നെ പോയി റെഡി ആവാ. മനസ്സിലെ വിഷമത്ര. ഒന്നുമില്ല, നീ അമ്മയുടെ മുഖത്തോടെ വിഷമം. ഇയാൾ എന്തൊരു ഹൈഡാടോ. എന്ത് ഇതെന്താ എൻ്റെ അടുത്ത് നേരത്തെ പറയാത്ത? അമ്മയുടെ ചേച്ചിയുടെ നാട്ടുകാരുടെ മുമ്പ് വെച്ച് പറയാ. സർപ്രൈസ് വരുമ്പോ നേരത്തെ കൂടി പറഞ്ഞിട്ടാണ് തരിക. സർപ്രൈസ് ആയിരുന്നു. എന്തൊരു നാടകമായിരുന്നു. ചായ, തലവേദന, ഇടിവെച്ചിരു ഞാൻ. ഞാനും ഇടിക്കും. ഞാൻ ഇടിക്കും. ആ വാ വാ ഞാൻ ഇടിക്കും. ഞാൻ ഇടിക്കും. അടിക്കൂ. ഒന്നടിച്ചു. റിസോർട്ടിലേക്ക് എന്തിനാ പോണേന്ന് അറിയോ? എനിക്കറിയില്ല. ഇല്ലേ, വെറുതെ പറയാം. എനിക്കറിയില്ല. നോണ. എനിക്കറിയില്ല. റിസോർട്ടിൽ പോയിട്ട് ആരെങ്കിലും അത്യാവശ്യത്തിൽ വിളിക്കുന്നതായിരിക്കും. സമ്മതിക്കില്ല. എടുക്കണ്ട. ഫോൺ എടുക്കണ. ഹലോ, റിസപ്ഷനിൽ നസാറിന് ഒരു ഗസ്റ്റ് ഉണ്ട്. ആരാ? വൺ മിസ്റ്റർ ജോബി വർഗീസ്. ആര്? ജോബി വർഗീസ്. അവനെ ഇങ്ങോട്ട് കയറ്റിവിട്. ഓക്കെ സർ. എന്താ പ്രശ്നം? അതോ ആരാ വിളിച്ചേ? ആരെ ഇങ്ങോട്ട് കയറ്റിവിടാൻ പറഞ്ഞേ? എന്താ സംഭവിച്ചേ? ആരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ? പറ നന്ദു, കാര്യം പറ. നന്ദു എങ്ങോട്ടാ പോണേ? നന്ദു, അവരോട് ആര് സാറേ? താല്ലേ പറഞ്ഞ ജോബി വർഗീസ് ആര് കാണാൻ വന്നിട്ട്? അവര് പോയി സാറേ. സാറേ, ആ ബൈക്കിൽ വന്ന പിള്ളേരാണോ? ഇപ്പം അങ്ങോട്ട് പോയുള്ളൂ. എന്താ പ്രശ്നം? ആർക്കറിയാം.
തന്നാ മതി. ഒരു 2 ലക്ഷം കൂടി ഞാൻ ഇട്ടുവിട്ടാക്കാം. അളിയാ പിന്നെ കുഞ്ഞു കൊച്ചാണേ, ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകരുത് കേട്ടോ. എന്റെ അളിയാ അത് കൊച്ചാ, പൊട്ടി കൊച്ചാ കേട്ടോ. തന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ തന്റെ കയ്യിൽ വെച്ചേക്കണം. ആ കടപ്പ് കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. താൻ കിട്ടിയ എന്റെ പെങ്ങളല്ലേ, എന്നെ ഒന്നുമല്ലല്ലോ. അവളുടെ കാര്യവിവരങ്ങൾ അന്വേഷിക്കേ. അളിയാ അളിയാ 2 അടിച്ചിട്ടുണ്ട്. അളിയാ സോറി. അളിയ ക്ഷമിക്കേ, ഞാൻ ക്ഷമിച്ചു. ഇനി ഇതായിട്ടും പുറത്തു പോയാൽ നിൽക്കണ്ട. ഇൻഷാല്ലാ അളിയാ. ഇത് എന്താ നിന്റെ പ്രശ്നം? എനിക്കാ പ്രശ്നം. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കാനിരിക്കായിരുന്നു. എന്താണ് നന്ദുവിന്റെ പ്രശ്നം? ഇന്നലെ രാത്രി തൊട്ട് എന്താണ് എനിക്ക് 100,000 പ്രശ്നങ്ങൾ കാണും. അതൊക്കെ ഞാൻ നിന്റെ അടുത്ത് പറയണ? പതിയെ സംസാരിക്കും. കല്യാണം കഴിഞ്ഞ് 2 ദിവസം നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ചോദിച്ച് ഞാൻ ഒരു പെൺകോണത്താണോ വിചാരിച്ചാ? സജീവ് നായരായാലും കിട്ടില്ല. എല്ലാം പാക്കേ, ലെറ്റ്സ് ഗോ. നിനക്ക് ഞാൻ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ ഇല്ലെന്ന് പറയണം, അല്ലാതെ മധുര നോട്ടൊന്നും നോക്കരുത്. എല്ലാം പാക്കേ, ലെറ്റ്സ് ഗോ. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഗീതി. എന്തോരം പ്രഷറാന്നറിയാൻ ഉള്ളിൽ കൊണ്ടെടുക്കുന്നത്. എനിക്ക് നിന്നെ അത്ര ഇഷ്ടം. അത് കാരണമാണ് ഞാൻ നിന്റെ അടുത്ത് ഇതൊന്നും പറയാതെ ഹൈഡ് ചെയ്ത് വെച്ചത്. ഞാനൊരാണല്ലേ, എന്റെ കയ്യിൽ നിന്ന് പോയില്ലേ? സോറി. ഇത് സജീവ് നായരുടെ മാത്രം പ്രശ്നമല്ല. അത് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞൂടെ? ഈ ഹൈഡ് ചെയ്യും തോറും നന്ദുവാണ് എൻ്റെ മുന്നിലൊരു കോമാളിയാവുന്നത്. നന്ദു ഈ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുനിന്ന് പറയാണ്ട് ഇങ്ങനെ മറച്ചു വെക്കുമ്പോൾ നന്ദു എൻ്റെ മുന്നിലൊരു കോമാളിയാവുകയാണ്. അപ്പൊ നീ അതന്നെ ഉദ്ദേശിച്ചതല്ലേ? നീ അതന്നെ ഉദ്ദേശിച്ചതപ്പോ കോമാളി എന്ത് അല്ലേ? കാണിച്ചരാ. ഇതല്ലേ കോമാളി? ഇത് നീയല്ല മാറ്റിയത്. ഇത് നമ്മൾ രണ്ടുപേരും. ഇത് നീയല്ല മാറ്റിയത്. ഇത് നമ്മൾ. ഞാൻ കോമാളി അല്ലേ? ഓ, ഞാൻ മാത്രം. വാൾപേപ്പർ ആണോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം? ഈ വാൾപേപ്പർ മാറ്റിയാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. വേറെ ഒരു കുഴപ്പങ്ങളും ഇവിടെ ഇല്ല. നന്ദുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് എടുത്ത് തുറന്നു പറയാൻ പറ്റാത്ത എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാനിങ്ങനെ ട്രബിളിലാണ്. നേരത്തെ ഓക്കെ ആണോ എന്ന് ചോദിച്ചില്ലേ? ഇതൊക്കെ എൻ്റെ അടുത്ത് പറയുമ്പോഴാണ് നന്ദു എനിക്ക് ഓക്കെ ആവുന്നത്. ഇന്നലെ വന്നത് അവരാണോ? ഒരുമാതിരി പോലീസുകാർ ചോദ്യം ചെയ്യുന്ന പോലെ ചോദിച്ചു തരുന്നത്. ഞാനൊരാണാണ്. ആണാണെന്നാണോ പറയാൻ വരണേ? ആ ആണെങ്കിൽ ഇത് ആണുങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. നീ ഇതിൽ ഇടപെടണ്ട. കോപ്പാണ് ആണുങ്ങൾ തമ്മിലുള്ള പ്രശ്നം. തോറ്റുകൊണ്ടിരിക്കണം. ഇവിടെ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. ഇതെന്റെ ഹസ്ബൻഡിന്റെ പ്രശ്നമാണ്. എനിക്ക് ഇടപെടാം, ഞാൻ ഇടപെടും. കല്യാണം കഴിഞ്ഞിട്ട് 4 ദിവസമായി നന്ദു. ഇന്നലെ കോംപ്രമൈസ് ആയി എന്നല്ലേ പറഞ്ഞേ? പിന്നെ എന്തിനാ അവർ വീണ്ടും വന്നേ? അതും എന്റെ അടുത്ത് കോംപ്രമൈസ് ഒന്നും ആയിട്ടില്ല. ഞാൻ നിന്റെ അടുത്ത് സത്യം തോണ പറഞ്ഞതാ. അവർക്ക് എന്നെ അടിക്കണം, ഇനി നിന്റെ മുന്നിലിട്ട് അടിക്കണം. ഇതൊക്കെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ് നിന്റെ സമാധാനം കൂടി കളയണം. ഞാൻ സഹിച്ചാ മതിയല്ലോ. എന്റെ പ്രശ്നമല്ലേ? പറയാണ്ടിരുന്നിട്ട് ഇപ്പൊ ഇവിടെ ഭയങ്കര സമാധാനമാണല്ലോ. നന്ദു, നമ്മുടെ ഫാമിലിയുടെ പ്രോബ്ലമാണ്. നമുക്കിത് സോൾവ് ആക്കിയേ പറ്റത്തുള്ളൂ. നന്ദു അവരെ വിളിക്കും, നമുക്ക് സംസാരിക്കാം. എന്ത് സംസാരിക്കാൻ? സംസാരിച്ച് കോംപ്രമൈസ് ആക്കാം. നന്ദു ഇതിങ്ങനെ പറ്റില്ല. നന്ദു അവരെ വിളിക്കും, ഞാൻ കൂടെ ഇരിക്കാം.
ഗീതിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത്. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്കും, പക്ഷെ നന്ദു വിചാരിക്കുന്ന പോലെ അല്ല. നന്ദു അവരെ വിളിക്ക്. സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. ഞാൻ കൂടെ നിൽക്കാം, നമുക്ക് സംസാരിക്കാം. നന്ദു അവരെ വിളിക്കേ.